ഹലോ, എല്ലാവർക്കും അനന്തൂസ് ലേണിംഗ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പാർട്ട് 2 ആണ്, ദ വേർഡ്സ് റിലേറ്റഡ് ടു ഫിയറിന്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ്സ് റിലേറ്റഡ് ടു ഫിയറിന്റെ പാർട്ട് 1 എടുത്തായിരുന്നു. അത് കുറച്ച് ഈസി വാക്കുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയ വാക്കുകളാണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡിഫിക്കൽട്ട് അല്ല, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള വാക്കുകളാണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോബിയസ്. എന്താ ഫോബിയ? ഫോബിയ എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഫിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാഷണൽ ആയിട്ടുള്ള ഒരു ഫിയറിനെയാണ് നമ്മൾ ഫോബിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്ക് അനിമോഫോബിയ ആണ്. അനിമോഫോബിയ എന്താ? അനിമോഫോബിയ, അനിമോ ആ വേർഡിലുണ്ട്. വേർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് ആദ്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അനിമോഫോബിയ എന്താ? അനിമോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അനിമോമീറ്റർ എന്താ? അനിമോമീറ്റർ is an instrument used to detect the speed of wind, അല്ലെങ്കിൽ കാറ്റിന്റെ ഗതി, കാറ്റിന്റെ ദിശ, കാറ്റിന്റെ സ്പീഡൊക്കെ അളക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അനിമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അനിമോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് വിൻഡിനെയാണ് നമ്മൾ അനിമോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്ക് തെർമോഫോബിയ. പേര് തന്നെയുണ്ട്, തെർമോമീറ്റർ. എന്താ തെർമോമീറ്റർ? ബോഡി ടെമ്പറേച്ചർ അളക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ. അപ്പൊ തെർമോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഹീറ്റ് ആണ്, ചൂടിനോടുള്ള പേടിയാണ് നമ്മൾ തെർമോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോ പേര് തന്നെയുണ്ട്, ഹൈഡ്രോ വാട്ടർ അല്ലെ. അപ്പൊ ഹൈഡ്രോഫോബിയ എന്താ? ഫിയർ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോമീറ്റർ എന്താ? ഹൈഡ്രോമീറ്റർ എന്താ? അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഡ്രോമീറ്റർ? ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു എന്തിനുള്ള ഇൻസ്ട്രുമെന്റാ? റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് ഹൈഡ്രോമീറ്റർ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? വാക്കെന്താ? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? അതായത് ഇപ്പൊ സപ്പോസ് കെറോസിൻ ആണ് എന്റെ കയ്യിലിരിക്കുന്നത്, മണ്ണെണ്ണയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്തായിരിക്കും? മണ്ണെണ്ണയുടെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി. അങ്ങനെ ആ ഒരു കമ്പാരിസൺ തരുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഒന്നുമില്ല, യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോഫോബിയ. ഹൈപ്പോ എന്താ? ഹൈപ്പോ ഹിപ്നോട്ടിസം ആലോചിച്ചാൽ മതി. ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ എന്താ? നമ്മൾ ഡീപ് സ്ലീപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഉറങ്ങാൻ പേടിയുള്ളവരെയാണ് നമ്മൾ ഹൈപ്പോഫോബിയ എന്ന് പറയുന്നത്. ഉറങ്ങാൻ പേടി തന്നെയാണ് നമ്മൾ ഹൈപ്പോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൾഫാക്ടോഫോബിയ. ഓൾഫാക്ടറി നെർവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്താ ഓൾഫാക്ടറി നെർവ്? അതായത് നമ്മൾ ശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്മെല്ലിനെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന സെൻസറി നെർവിനെയാണ് നമ്മൾ ഓൾഫാക്ടറി നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾഫാക്ടോഫോബിയ എന്താണ്? ഫിയർ ഓഫ് സ്മെൽ അല്ലെങ്കിൽ ഓർഡർ, ഒരു പർട്ടിക്കുലർ സ്മെല്ലിനോടുള്ള ഒരു പേടി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾഫാക്ടോഫോബിയ. ഓർഡർ എന്ന് വെച്ചാൽ മണം തന്നെയാണ്. ഓക്കെ, മണത്തോടുള്ള പേടിയാണ് നമ്മൾ ഓൾഫാക്ടോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹീലിയോഫോബിയ. ഹീലിയോ എന്ന വാക്കിൽ തന്നെയുണ്ട്, ഹീലിയോ ഇസ് ദ വേർഡ് റിലേറ്റഡ് ടു സൺ ആണ്. അപ്പോ സൂര്യനെ പേടിയുള്ളതിനെയാണ് നമ്മൾ ഹീലിയോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഹീലിയോഫോബിയായിട്ട് ബന്ധപ്പെട്ട് ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. ഹീലിയോസെൻട്രിക് തിയറി ആരാ? ഹീലിയോസെൻട്രിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഹീലിയോസെൻട്രിക് തിയറി ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റ് ആണ് ഹീലിയോസെൻട്രിക് തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. എന്താ ഹീലിയോസെൻട്രിക് തിയറി? ഹീലിയോസെൻട്രിക് തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ: സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ, യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണിന് ചുറ്റുമാണ് പ്ലാനറ്റുകൾ കിടന്ന് കറങ്ങുന്നത് എന്ന് പ്രപ്പോസ് ചെയ്ത ആളാണ് കോപ്പർനിക്കസ്. ആ തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. ഹീലിയോസെൻട്രിക് തിയറിക്ക് മുന്നേ നിലനിന്നിരുന്നത് ജിയോസെൻട്രിക് തിയറി ആയിരുന്നു. നിലനിന്നിരുന്നത്. ജിയോസെൻട്രിക് തിയറിയിൽ പറയുന്നത് ഭൂമിയാണ്
ഭൂമി ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതിന് ചുറ്റുമാണ് സണ്ണും ബാക്കി പ്ലാനറ്റുകളും കിടന്ന് കറങ്ങുന്നതെന്നായിരുന്നു പറഞ്ഞത്. അത് പ്രപ്പോസ് ചെയ്തത് ടോളമി ആയിരുന്നു. ഇത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ആര്, നമ്മുടെ കോപ്പർനിക്കസ് ഹീലിയോസെൻട്രിക് തിയറി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഹീലിയോസെൻട്രിക് തിയറി കോപ്പർനിക്കസും ജിയോസെൻട്രിക് തിയറി ടോളമിയുമാണ്. അപ്പൊ അത് മറന്നു പോകരുത്. ഹീലിയോഫോബിയ എന്ന് പറയുന്നത് എന്താ, ഫിയർ ഓഫ് സൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് തിയോഫോബിയ. തിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ദൈവത്തെ പറ്റി പഠിക്കുന്നവർ. അപ്പൊ തിയോഫോബിയ എന്ന് വെച്ചാൽ എന്താ, ഫിയർ ഓഫ് ഗോഡ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തിയോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാക്കോഫോബിയ. ടാക്കോ വേർഡ് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? ടാക്യോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? ടാക്യോൺസ് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. ടാക്യോൺസ് എന്ന് വെച്ചാൽ എന്താ? ടാക്യോൺസ് ആർ ഹൈപ്പോതെറ്റിക്കൽ സബോറ്റോമിക് പാർട്ടിക്കിൾ. ഓക്കെ, ഹൈപ്പോതെറ്റിക്കൽ എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റലി പ്രൂവൺ അല്ല ഈ ഒരു പാർട്ടിക്കിളിനെ പറ്റി. പക്ഷെ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് 1967 പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് സയന്റിസ്റ്റുമാർ. ഓക്കെ, സോ അതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു ടാക്യോൺസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാല്, they are subatomic, hypothetical subatomic particles which has very much greater speed than light. ലൈറ്റിനേക്കാളും ഒരുപാട് വേഗതയുള്ള പാർട്ടിക്കിൾസ് ആണ്, സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് എന്തെന്ന് പറയുന്നത്, ടാക്യോൺസ് എന്ന് പറയുന്നത്. ഒരിക്കലും ലൈറ്റിനേക്കാളും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു സാധനം പോസിബിൾ അല്ല, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിലെല്ലാം പഠിച്ച ഒരുപാട് ലോസ് എന്താവും, തെറ്റായി മാറും. ഓക്കെ, സോ ആ ഒരു കേസില് ഈ ഒരു ടാക്യോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനായിട്ടായിരിക്കും, ലൈറ്റിനേക്കാളും വേഗത്തിൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനായിട്ടായിരിക്കും ഈ ഒരു ടാക്യോൺസ് എന്ന് പറയുന്ന സബറ്റോമിക് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും അത് ഹൈപ്പോതെറ്റിക്കൽ ആണ്, ഒരിക്കലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എക്സ്പെരിമെന്റലി ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടും ഇല്ല. പക്ഷെ ഇങ്ങനെയും എന്തുണ്ട്, പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഹൈപ്പോതെറ്റിക്കൽ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ടാക്യോൺസ് എന്താ? ടാക്യോൺസ് എന്ന് വെച്ചാൽ ലൈറ്റിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന സബറ്റോമിക് പാർട്ടിക്കിൾസ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിനെയാണ് ടാക്യോൺസ്. അപ്പോ ടാക്കോഫോബിയ എന്തായിരിക്കും? ടാക്കോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് സ്പീഡ്, സ്പീഡിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ ടാക്കോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തലാസോഫോബിയ. തലാസോഫോബിയ എന്ന് വെച്ചാല് ഫിയർ ഓഫ് സീ ആണ്. കടലിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ തലാസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും വാക്കുകൾ ക്ലിയർ ആണോ? 9 വാക്കുകൾ നമ്മളിപ്പോ പഠിച്ചു. 9 വാക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അക്രോഫോബിയ. അപ്പൊ കുറച്ചു മുന്നേ പഠിച്ച വാക്കുകളെല്ലാം നമ്മൾ അതിന്റെ വേർഡിൽ നിന്നാണ് കണ്ടുപിടിച്ചെങ്കിൽ ഇനി അങ്ങോട്ടുള്ളത് അങ്ങനെ വേർഡ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, മസ്റ്റ് ആയിട്ടും പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അക്രോഫോബിയ, ഫസ്റ്റ് വാക്ക് അക്രോഫോബിയ അല്ലെങ്കിൽ ഹിപ്സോഫോബിയ എന്നൊക്കെ പറയാറുണ്ട്. ഹിപ്സോഫോബിയ ഫിയർ ഓഫ് ഹൈറ്റ്, ഉയരത്തെ പേടിയുള്ളതിനെയാണ് നമ്മൾ അക്രോഫോബിയ എന്ന് പഠിച്ചാൽ മതി. അതാണ് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ ഹൈപ്സോഫോബിയ എന്ന് പറഞ്ഞ വാക്കും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ലാഷ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അക്രോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഹൈറ്റ്സ് ആണ്. ബാത്തോഫോബിയ എന്തായിരിക്കും? അത് ഫിയർ ഓഫ് ഡെപ്ത് ആണ്. അക്രോഫോബിയ ഹൈറ്റ് ആണെങ്കിൽ ബാത്തോഫോബിയ ഡെപ്ത് ആണ്. നെക്സ്റ്റ് എർഗോഫോബിയ, ഇത് ഒരുപാട് പേർക്ക് ഉള്ള കാര്യമാണ്. എന്താ? ഫിയർ ഓഫ് വർക്ക്, ജോലി ചെയ്യാനുള്ള മടിയല്ല പേടിയാണ് നമ്മൾ എർഗോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസോഫോബിയ. എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡോൺ എന്ന് വെച്ചാൽ പ്രഭാതം അല്ലെങ്കിൽ ഡേ ലൈറ്റ്, പ്രഭാതത്തെ അല്ലെങ്കിൽ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, പ്രഭാതത്തെ പേടിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈസോഫോബിയ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് ഡോൺ അല്ലെങ്കിൽ ഡേ ലൈറ്റ്. നെക്സ്റ്റ് നിക്റ്റോഫോബിയ, പേര് തന്നെയുണ്ട്, നൈറ്റോ എന്ന് പറഞ്ഞാലും മതി, അതാകുമ്പോ പെട്ടെന്ന് നൈറ്റോഫോബിയ എന്ന് വെച്ചാൽ നൈറ്റ്, ഫിയർ ഓഫ് ഡാർക്ക് ആണ്, ഇരുട്ടിനെ പേടിയുള്ളവയാണ് നമ്മൾ നൈറ്റോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗോറോഫോബിയ. അപ്പൊ അക്രോഫോബിയ ഫിയർ ഓഫ് ഹൈറ്റ് ആണെങ്കിൽ അഗോറോഫോബിയ എന്താ? ഓപ്പൺ പ്ലേസസിനെ പേടിയുള്ളവന്, അതായത് കുറച്ച് നല്ല വിശാലമായ സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അഗോറോഫോബിക് പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ അഗോറോഫോബിയ ഉള്ള ആൾക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ അഗോറോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ് ആണ്. ഓക്കെ, അപ്പൊ ക്ലോസ്ട്രോഫോബിയ എന്തായിരിക്കും? ക്ലോസ്ട്രോഫോബിയ ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസസ്. ഇപ്പോ നമ്മള് ഒരു ലിഫ്റ്റിൽ അകപ്പെട്ടു പോയി, ലിഫ്റ്റിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ലിഫ്റ്റിനകത്ത് അകപ്പെട്ടു പോവാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ്, ഭയങ്കര ക്ലോസ്ഡ് സ്പേസ് ആണ്, അല്ലെങ്കിൽ വലിയൊരു പെട്ടിക്ക് അകത്ത് നമ്മൾ ഇട്ടേക്കാണ്. സോ അതെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്. അതിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസസ്, ക്ലോസ്ട്രോഫോബിയ, ക്ലോസ്ഡ് സ്പേസസിനോടുള്ള പേടിയാണ് ക്ലോസ്ട്രോഫോബിയ. നെക്സ്റ്റ് ബ്രോമിഡ്രോസിഫോബിയ. നമ്മൾ ഓൾഫാക്ടോഫോബിയ പഠിച്ചില്ലേ? ഓൾഫാക്ടോഫോബിയ എന്തായിരുന്നു? ഫിയർ ഓഫ് സ്മെല്ലായിരുന്നു. അപ്പൊ ബ്രോമിഡ്രോസിഫോബിയയും സ്മെല്ലുമായിട്ടുള്ള റിലേറ്റഡ് ആണ്. പക്ഷെ എന്താ, ഫിയർ ഓഫ് ബോഡി ഓഡർ, ശരീരത്തിന്റെ മണം അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലിനെ പേടിയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രോമിഡ്രോസിഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ഉള്ള വാക്കാണ്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ബ്രോമിഡ്രോസിഫോബിയ എന്താ? ഫിയർ ഓഫ് ബോഡി ഓഡർ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്കുകൾ. അപ്പോൾ ലാസ്റ്റ് പഠിച്ച 8 നന്നായിട്ട് തന്നെ പഠിക്കുക. അക്രോഫോബിയ ഹൈറ്റ്, ബാത്തോഫോബിയ ഡെപ്ത്, എർഗോഫോബിയ വർക്ക്. അത് വേണമെങ്കിൽ നമുക്ക് എർഗ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. എർഗ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് വർക്കാണ്. യൂണിറ്റ് ഓഫ് വർക്കാണ് എർഗ് എന്ന് പറയുന്നത്. ശരിക്കും ഫിസിക്സിലെ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. അതിലൊന്നാണ് CGS സിസ്റ്റം, 2 FPS സിസ്റ്റം, അതേപോലെ SI സിസ്റ്റം അല്ലെങ്കിൽ NKS സിസ്റ്റം എന്ന് പറയാം. CGS എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, FPS എന്ന് വെച്ചാൽ ഫീറ്റ് പൗണ്ട് സെക്കൻഡ്. അതായത് നമ്മൾ ലെങ്തിനെ സെന്റിമീറ്ററും വെയിറ്റിനെ ഗ്രാമും ടൈമിനെ സെക്കൻഡും കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ CGS സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. FPS ആകുമ്പോൾ ലെങ്തിനെ നമ്മൾ ഫൂട്ട്, അടി എന്ന് പറയാം അല്ലെ, ഫൂട്ടുമായിട്ടും വെയിറ്റിനെ പൗണ്ടായിട്ടും, വെയിറ്റ് FPS പൗണ്ട്, P എന്ന് പറയുന്നത് പൗണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കുക. ടൈം സെക്കൻഡ് തന്നെയാണ്. അപ്പോ SI സിസ്റ്റം നമ്മൾ സാധാരണ പഠിക്കുന്ന മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ഉള്ളതാണ് SI സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു SI സിസ്റ്റത്തിനകത്ത് നമ്മൾ വർക്കിന്റെ യൂണിറ്റ് ജൂൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് CGS സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് ആണ്, യൂണിറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർഗ് എന്ന് പറയുന്നത്. 1 എർഗ് എന്ന് പറയുന്നത് 10⁻⁻7 ജൂൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 1 ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗ് ആണ്. ഇങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, സോ അത് മറന്നു പോകരുത്. എർഗ് എന്ന് പറയുന്നത് വർക്കിന്റെ ഒരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എർഗോഫോബിയ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? എർഗോഫോബിയ, ഫിയർ ഓഫ് വർക്ക് എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ മാച്ച് ദ ഫോളോയിങ് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകും. അപ്പൊ ഫസ്റ്റ് വാക്ക് ടാക്കോഫോബിയ. ടാക്കോഫോബിയ ഞാൻ പറഞ്ഞു, ടാക്യൂൺസ് അല്ലെ. സോ എന്താ ടാക്കോഫോബിയ എന്ന് വെച്ചാൽ സ്പീഡിനെ പേടിയുള്ളവയാണ് നമ്മൾ ടാക്കോഫോബിയ എന്ന് പറയുന്നത്. ഹീലിയോഫോബിയ എന്താ? ഹീലിയോ റിലേറ്റഡ് ടു സൺ. അപ്പൊ ഫിയർ ഓഫ് സൺ ആണ് ഹീലിയോഫോബിയ. അടുത്ത ക്ലോസ്ട്രോഫോബിയ, ക്ലോസ്ഡ് സ്പേസിനെ പേടിയുള്ളവയാണ് നമ്മൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് ഹിപ്സോഫോബിയ. ഞാൻ വേറൊരു വാക്കാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. ഏതാണ്? ഹിപ്സോഫോബിയ അല്ലെങ്കിൽ അക്രോഫോബിയ എന്ന് പറയും. ഇറ്റ് ഈസ് ദ ഫോബിയ റിലേറ്റഡ് ടു ഹൈറ്റ്. ഉയരത്തെ പേടിയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഹിപ്സോഫോബിയ അല്ലെങ്കിൽ അക്രോഫോബിയ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് ഹൈറ്റ്സ്. അടുത്തത് ഈസോഫോബിയ. രാവിലെ അല്ലെങ്കിൽ പ്രഭാതത്തെ പേടിയുള്ളവയാണ് നമ്മൾ ഈസോഫോബിയ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് ഡോൺ. അടുത്ത തലാസോഫോബിയ എന്താ? അല്ലെ, കടലിനെ പേടിയുള്ളവയാണ് തലാസോഫോബിയ. അടുത്തത് ടോക്കോഫോബിയ ആണെങ്കിലോ? ടാക്കോഫോബിയ സ്പീഡാണ്. ടോക്കോഫോബിയ പഠിച്ചിട്ടുണ്ട്. എപ്പോ? നമ്മൾ പാർട്ട് 1 എടുത്ത സമയത്ത് ലാസ്റ്റ് പറഞ്ഞായിരുന്നു. എന്താ? ചൈൽഡ് ബർത്തിനെ അല്ലെങ്കിൽ പ്രഗ്നൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വാക്കാണ്. അതിനോടുള്ള പേടിയാണ് ടോക്കോഫോബിയ. അടുത്തത് ഹൈപ്പോഫോബിയ. ഹിപ്നോട്ടിസമായിട്ട് ബന്ധപ്പെട്ട വാക്ക്. ഹിപ്നോട്ടിസം അല്ലെ, എന്താ? സ്ലീപ്പിനെ പേടിയുള്ളതിനെ ഹൈപ്പോഫോബിക് എന്ന് പറയും. അടുത്ത അഗോറാഫോബിയ ആണെങ്കിലോ? അഗോറാഫോബിയ ഓപ്പൺ പ്ലേസസിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ അഗോറോഫോബിയ എന്ന് പറയുന്നത്. ബാത്തോഫോബിയ ഇസ് എ ഫിയർ റിലേറ്റഡ് ടു ഡെപ്ത്. ആഴത്തെ പേടിയുള്ളതിനെ നമ്മൾ
ബാത്തോഫോബിയ എന്ന് പറയാം. അടുത്ത തിയോഫോബിയ. തിയോഫോബിയ എന്താ? ദൈവത്തെ തിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ കാര്യം അത് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, അപ്പൊ തിയോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഗോഡ് ആണ്. അടുത്തത് നൈറ്റോഫോബിയ, ഫിയർ ഓഫ് നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്, ഇരുട്ടിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ നൈറ്റോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത എർഗോഫോബിയ എന്താ? എർഗ് ഈസ് എ യൂണിറ്റ് ഓഫ് വർക്ക് അല്ലേ? അപ്പൊ എർഗോഫോബിയ ഫിയർ ഓഫ് വർക്ക് ആണ്. അടുത്തത് ബ്രോമീഡ്രോസിഫോബിയ. ബ്രോമീഡ്രോസിഫോബിയ എന്താ? ഫിയർ ഓഫ് സ്മെല്ലാണോ? അതെ, സ്മെല്ലാണ്. പക്ഷെ ഏത് സ്മെല്ലാ? ബോഡി സ്മെൽ അല്ലെങ്കിൽ ബോഡി ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്ത പേടിയാണ് നമ്മൾ ബ്രോമീഡ്രോസിഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഫിയർ ഓഫ് സ്മെൽ എന്താ? ഫിയർ ഓഫ് സ്മെല്ല് ഓൾഫാക്ടോഫോബിയ ആണ് ഫിയർ ഓഫ് സ്മെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന കുറച്ച് വാക്കുകൾ. ഇനി ഇതിന്റെ കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി കൂടിയ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കുറച്ച് വാക്കുകളും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫോബിയാസും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുക, പഠിക്കുക. ഒരുപാട് തവണ SSC ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. PSC ആയാലും SSC ആയാലും കോമ്പറ്റീഷൻ എക്സാമിന് ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്കാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.